ഹലോ, വെൽക്കം ഓളേക്ക്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കാം പാത്വേ, അതായത് റസൂലിൻ ആസിഡ് മെറ്റബോളിസത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ C3, C4 പാത്വേ എല്ലാം നാം ഡിസ്കസ് ചെയ്തു. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ മാത്രമേ കാം പാത്വേയിൽ അതിൽ വരുന്ന അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ സക്കുലൻസ്, ഡ്രൈ ഹാബിറ്റേറ്റ്സിലെല്ലാം കാണുന്ന ചില സസ്യങ്ങളിലൊക്കെയാണ് കാം പാത്വേ കാണുന്നത്. അതായത് മാംസള കാണ്ഡമുള്ള ചില സസ്യങ്ങളിലും വരണ്ട വാസസ്ഥലങ്ങളിൽ കാണുന്ന മറ്റു ചില സസ്യങ്ങളിലുമാണ് കാം ചക്രം കാണുന്നത്. റസൂലിൻ ആസിഡ് മെറ്റബോളിസം ആദ്യമായിട്ട് കണ്ടുപിടിച്ച ക്രസുലേസിയ ഫാമിലിയിലെ ബ്രയോഫില്ലം കാൽസിനം എന്ന സസ്യത്തിലാണ്. കാം സസ്യത്തിന് ഉദാഹരണങ്ങൾ, ഫെമിലിയർ എക്സാമ്പിൾ ഇതൊക്കെയാണ് കലാംച്, പൈനാപ്പിൾ, ഒപ്പൻഷ്യ, ഇതൊക്കെ. ഇപ്പോൾ C4 പ്ലാന്റ്സിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞില്ല. അതുപോലെ ഇതിലെയും എക്സാമ്പിൾസ് എല്ലാം ഓർത്തിരിക്കുക. കാം സസ്യങ്ങളില് സ്റ്റൊമാറ്റ രാത്രിയിലാണ് തുറക്കുന്നത്. അതായത് സ്കോട്ടോ ആക്റ്റീവ് സ്റ്റൊമാറ്റയാണ്. കാം സസ്യങ്ങളിലെ ആസ്യരന്ധ്രം രാത്രിയിലാണ് തുറക്കുന്നത്. ഇപ്പൊ ക്രസൂലിൻ ആസിഡ് മെറ്റബോളിസത്തില് രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഒന്ന് അസിഡിഫിക്കേഷൻ, ഡീഅസിഡിഫിക്കേഷൻ. അതായത് നൈറ്റിൽ എന്ത് നടക്കുന്നു, ഡേയിൽ എന്ത് നടക്കുന്നു. C4 പ്ലാന്റ്സിലാണെങ്കിൽ മീസോഫിൽ സെല്ലിൽ എന്ത് നടക്കുന്നു, ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ എന്ത് നടക്കുന്നു, ആ രീതിയിലാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ എന്താണ്, രാത്രി എന്ത്, പകലെന്ത്. അപ്പൊ രാത്രിയാണ് അസിഡിഫിക്കേഷൻ, അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. പകല് ഡീഅസിഡിഫിക്കേഷൻ. ഓക്കെ, തന്നെയല്ല നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. മിക്കവാറും റിയാക്ഷൻസ് C4 പാത്വേയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. പക്ഷെ രണ്ടിന്റെയും ഉദ്ദേശം, എയിം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നോക്കാം. അസിഡിഫിക്കേഷൻ, രാത്രിയിൽ ആസ്യരന്ധ്രം സ്റ്റൊമാറ്റ തുറക്കുന്നത് മൂലം ഇവിടെ സ്റ്റൊമാറ്റ തുറക്കുന്നു, കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ എത്തുന്നു. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് എന്ന കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ എന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഇതേ കാര്യമല്ലേ C4 പാത്വേയിൽ നമ്മൾ കണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പൊ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഓക്സാലോഅസെറ്റിക് ആസിഡ് പിന്നീട് മാലിക് ആസിഡായി മാറും. മാലിക് ആസിഡ് ഇലയിൽ അമ്ലത ഉണ്ടാക്കും. അതാണ് അസിഡിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഇനി ഈ മാലിക് ആസിഡിന് എന്ത് സംഭവിക്കും? ഇതിപ്പോ ഒരു വാക്യൂമിൽ സ്റ്റോർ ചെയ്യും. അത് നമ്മൾ C4 പാത്വേയിൽ പറയുന്നില്ല. ഓക്കെ, ഇതോടെ വാക്യൂമിൽ സ്റ്റോർ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോ ഇത് സെയിം സെല്ലിലാണ് നടക്കുന്നത്, മനസ്സിലാക്കുക. പക്ഷെ രാത്രി പകൽ, അതാണ്. അപ്പൊ വാട്ട് അബൌട്ട് C4 plants? There are also two carbon fixation occur, but that occur in separate cells. C3 in bundle sheath cell and C4 സെപ്പറേറ്റഡ്. അവിടെ കാം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പൊ C4 പാത്വേയിൽ എന്താണ്, സ്പാഷ്യലി സെപ്പറേറ്റഡ്. അങ്ങനെയല്ലേ? അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. C4 പാത്വേയില് മീസോഫിൽ സെൽസിലും ബണ്ടിൽ ഷീറ്റ് സെല്ലും അല്ലേ നടക്കുന്നത്. അപ്പൊ സ്പാഷ്യലി സെപ്പറേറ്റഡ് അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ കാം പാത്വേയിൽ എന്താ, ടെമ്പറൽ സെപ്പറേഷൻ ആണ്, കാലികമായ. ഇനി നമുക്ക് അടുത്ത് എന്താണ്, രണ്ട് കാര്യം പറഞ്ഞു. അസിഡിഫിക്കേഷൻ പറഞ്ഞു. അസിഡിഫിക്കേഷൻ ഉണ്ടോ, മാലിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഇവിടെ ഉണ്ടാകും. ഡീഅസിഡിഫിക്കേഷൻ, ഇത് പകൽ സമയത്താണ് നടക്കുന്ന പ്രവർത്തനമാണ്. ആസ്യരന്ധ്രങ്ങൾ അടഞ്ഞിരിക്കും. രാത്രി തയ്യാറാക്കിയ മാലിക് ആസിഡ്, അതായത് 3 കാർബൺ അടങ്ങിയ പൈറുവിക് ആസിഡായി മാറും. ഉണ്ടല്ലോ അവിടെ മാലിക് ആസിഡ്. ഇതേ കാര്യമാണ് അവിടെ നടന്നത്. പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. അവിടെ കാർബൺ ഡയോക്സൈഡ് എന്തിനെ ഉപയോഗിക്കുന്നു നിങ്ങൾക്കറിയാം. ഇവിടെ കാർബൺ ഡയോക്സൈഡ് എന്തുകൊണ്ടാ കാൽവിൻ സൈക്കിളിലോട്ട് പോകും. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് തന്മാത്ര കാൽവിൻ സൈക്കിൾ വഴി റീഫിക്സ് ചെയ്യും. ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തരം മരുഭൂമികൾ, അതായത് സീറോ ഫേസ് പ്രകാശ സംശ്ലേഷണം നടത്തും. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കുക. C4 പാത്വേയിലെയും കാം പാത്വേയിലെയും റിയാക്ഷൻസ് ഏതാണ്ട് ഒരുപോലെയാണെങ്കിലും രണ്ടിലെയും എയിം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. C4 പാത്വേയിൽ എന്താണ് ഉദ്ദേശം?
അതിന്റെ C4 പാത്വേയിൽ ഇത് നടക്കുന്നതിന്റെ എയിം എന്താണ്? C4 പാത്വേയിൽ ആർക്കെങ്കിലും പറയാമോ? ഫോട്ടോ റെസ്പിറേഷൻ തടയാനാണ് തന്നെ. കാര്യം അവിടെ എക്സസ് കാർബൺ ഡയോക്സൈഡ് അവിടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ ഫോട്ടോ റെസ്പിറേഷൻ അവിടെ നടക്കാത്തത്. ഇവിടെ ആണെങ്കിൽ എന്താണ്? വാട്ടർ കൺസർവേഷൻ ആണ് എയിം. കാരണം അപ്പൊ C4 പാത്വേയിൽ അവിടെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്ന കൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ തടയുന്നത് അല്ലെ. അപ്പൊ രണ്ടും ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അണ്ടർസ്റ്റുഡ് വെൽ. ഓക്കെ, ഇനി ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ആവശ്യം പോലെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ടെസ്റ്റിലും ഇനിയും ഒക്കെ തരും. അതെല്ലാം ചെയ്യണമെങ്കിൽ ഇതുപോലെ വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ ഒരു സാമ്പിൾ 12 ക്വസ്റ്റ്യൻ ചെയ്യാം, നോക്കാം. പിന്നെ കാം പ്ലാന്റ്, ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് ആസിഡ്. വായിച്ച് വ്യക്തമായിട്ട് തെറ്റിക്കരുത്. നമ്മൾ ഇത്രയും പഠിച്ചതല്ല, വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. കാം പ്ലാന്റ്, കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് ആസിഡ് increases during night, decreases or increases during day, decreases during night, increases during day. ഞാൻ മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിപ്പോ തൽക്കാലം ഇംഗ്ലീഷിൽ എഴുതിയെന്നുള്ളത്. ഓപ്ഷൻ എ. വെരി ഗുഡ്. ഓക്കെ, ഏതാണ് ഓർഗാനിക് ആസിഡ് നൈറ്റിലെ? മാലിക് ആസിഡ്. Then which of the following statements are true with regard to similarities between CAM and C4 cycle? ഇതും തെറ്റിക്കരുത്, സമയം എടുത്തോളൂ. അതായത് രണ്ടിനും C3ക്കും C4നും കാമിനും എന്താണ് ഒരേപോലെ ഉണ്ടാകും. Which of the following statements are true with regard to the similarities between CAM and C4? രണ്ടിനും കോമൺ. അപ്പൊ stomata open during night and closed during the day. രണ്ടിനും കോമൺ ആണോ? അല്ല. അപ്പൊ ഏതിലാണ് ആ സിലിണ്ടർ രാത്രി തുറക്കുന്നത്? Okay. Peptase is the carboxylating enzyme to form C4 acid. Correct. Okay, very good. Then C4 acid is decarboxylated to provide carbon dioxide for C3 cycle. Correct ആണ്. Okay. Concept മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. Cran's anatomy is predominant in both CAM and C4 plants. C4 പ്ലാന്റ്സിലാണ്. മനസ്സിലായത്. ഇത് ഈവൻ സെറ്റ് നെറ്റിൽ പോലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ കൺസെപ്റ്റ് മനസ്സിലായാലും എങ്ങനെ ചോദിച്ചാലും നമുക്കറിയാം. മനസ്സിലായല്ലോ. കഴിഞ്ഞ HSSTക്കും ഇതിന്റെ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, എങ്ങനെ ചോദിച്ചാലും. ഇനി ഫോട്ടോ റെസ്പിറേഷൻ നന്നായിട്ട് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഇതിലിപ്പോ ഏതായിരിക്കും? ബി ആണ് ആൻസർ അല്ലേ? ബി ആണ് Q and R. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഇത്രയും മതി.